ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഗായ്സ്, ഞങ്ങൾ കടയിലേക്ക് പോവാട്ടോ, സാധനങ്ങളൊക്കെ വാങ്ങാൻ വേണ്ടിയിട്ട് പോവാണ്. അപ്പോൾ കടയിലേക്ക് പോകുന്ന വീഡിയോ ആട്ടോ ഇത്. അപ്പോൾ ഗായ്സ്, നല്ല വെയിലാട്ടോ, നല്ല ചൂടാണ്. ഈ ചൂടത്ത് കടയിൽ പോകാൻ തന്നെ മടിയായിരുന്നു. പിന്നെ സാധനം വാങ്ങാൻ ഞങ്ങൾ തന്നെ പോകണം. ഞങ്ങൾ കടയിലെത്താനായി. കുറച്ച് ദൂരം ഉണ്ട് കേട്ടോ കടയ്ക്ക് പോവാൻ. അതുകൊണ്ട് പെട്ടെന്നൊന്നും കടയ്ക്ക് എത്തൂല. ഗൈസ്, ഞങ്ങൾ കടയിലെത്തിയിരിക്കുന്നു. ഗൈസ്, കുറച്ച് ഇംബ്ലി മിഠായി വാങ്ങിയിട്ടുണ്ട്. ഇത് ഞങ്ങൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന കാലത്ത് ഭയങ്കര ഫേവറേറ്റ് ആയിരുന്നു കേട്ടോ. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്, ഇപ്പോഴും ഫേവറേറ്റൊക്കെ തന്നെയാണ്. ഒരുപാട് നടക്കാനുണ്ട് കടയ്ക്ക്. ഞങ്ങൾ പിന്നെ പതുക്കെ അങ്ങനെ നടന്നു പോകും കേട്ടോ. കുറച്ച് ദൂരമുണ്ട്, എന്നാലും കുഴപ്പമൊന്നുമില്ല. എൻ്റെ വീടിൻ്റെ മുന്നിലുള്ള വയലാട്ടോ. വയലെന്ന് വെച്ചാൽ പാടം. ഇപ്പോൾ ഇവിടെ നെല്ലൊന്നും മെതയ്ക്കണില്ല കേട്ടോ. ആദ്യമൊക്കെ ഭയങ്കര രസമായിരുന്നു, നല്ല രസമായിരുന്നു നെല്ലൊക്കെ മെതച്ചിട്ട്. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ അടുത്തുള്ള സ്ഥലങ്ങൾ കേട്ടോ ഗായ്സ്. ആ കാണുന്ന വീടാണ്, നിങ്ങൾ കാണുന്നുണ്ടോയെന്നറിയില്ല. അവിടെയാണ് എൻ്റെ വീട്. വീട് ശരിക്കും റോട്ടിൽ നിന്ന് കാണൂല കേട്ടോ. ഇങ്ങനെ നടന്ന് വന്നെങ്കിലേ കാണുള്ളൂ എൻ്റെ വീട് ശരിക്കും. കുറേ കുട്ടികളുണ്ട് കേട്ടോ. അപ്പോൾ 2 മിഠായിയൊക്കെ കിട്ടിയത് തന്നെ ഭാഗ്യമാണ്. അപ്പോൾ ഈ 2 മിഠായി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഈ ഇംബ്ലി ഞാൻ നിങ്ങളോട് പറഞ്ഞിട്ടുണ്ടല്ലോ, ഇംബ്ലി മിഠായി എന്ന് വെച്ചാൽ എനിക്ക് നല്ല ഇഷ്ടമാണ്. അപ്പോൾ അത് കുറേ വാങ്ങിയിട്ടുണ്ട്. പക്ഷെ നമ്മുടെ വീട്ടിൽ അംഗം കൂടുന്തോറും മിഠായിയുടെ അളവ് കുറയുമല്ലോ. ഏതായാലും എനിക്ക് 2 മിഠായി കിട്ടിയിട്ടുണ്ട്, അതിൽ നല്ല സന്തോഷമുണ്ട്. ഇതെൻ്റെ സിസ്റ്ററിൻ്റെ മോനാണ്. ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ ഇവനെ പറഞ്ഞിട്ടുണ്ടല്ലോ. അപ്പോൾ ഞാൻ എപ്പോൾ ക്യാമറ എടുത്ത് നടന്നാലും അവന് പറയൂ എന്നെയും വീഡിയോയിൽ ഉൾപ്പെടുത്ത്. അങ്ങനെ എടുത്തതാട്ടോ. ആൾ കുറച്ച് കുറുമ്പനാണ്, എന്നാലും പാവാട്ടോ. അങ്ങനെ പിന്നെ മീൻകാരൻ വന്നിട്ടുണ്ട്. അങ്ങനെ പിന്നെ സിസ്റ്റർ മീൻ വാങ്ങാൻ വേണ്ടി പോയിട്ടുണ്ട്. അപ്പോൾ ഞാൻ വീഡിയോ കാണിച്ചു തരാം കേട്ടോ. മീൻ വന്നിട്ടുണ്ട്. അപ്പോൾ മീൻ വാങ്ങാൻ വേണ്ടിയിട്ട് എൻ്റെ സിസ്റ്റർ പോയിട്ടുണ്ട് കേട്ടോ. ഞാൻ പിന്നെ മീൻ കാണാനൊന്നും പോയിട്ടില്ല. മീനും കൂടി ആട്ടോ കിട്ടിയിരിക്കുന്നത് ഗൈസ്. ഇതെൻ്റെ വീടിൻ്റെ സൈഡ് ഭാഗം കേട്ടോ, അതായത് ബാക്ക് ഭാഗം. അപ്പോൾ ഇവിടെ കവുങ്ങും തെങ്ങൊക്കെ ആട്ടോ ഉള്ളത്. നല്ല കാറ്റാട്ടോ ഇവിടെ വൈകുന്നേരം വന്നാലൊക്കെ. പിന്നെ ഇവിടെ വലിയ ചൂടും ഉണ്ടാവില്ല. ഈ കവുങ്ങും തെങ്ങൊക്കെ ഉണ്ടായിട്ട് ചൂടൊന്നും ഉണ്ടാവില്ല. അവിടെ ഒരു വയലുണ്ട് കേട്ടോ. വയലെന്ന് വെച്ചാൽ പാടുണ്ട്. അവിടെ പിന്നെ കുട്ടികൾ പന്തൊക്കെ കളിക്കും. പിന്നെ അവിടെ നെൽകൃഷിയൊക്കെ ഉണ്ടാക്കാറുണ്ട് കേട്ടോ. നെൽകൃഷി ഇല്ലാത്തപ്പോഴാണ് അവിടെ ഫുട്ബോളൊക്കെ കളിക്കാറുണ്ട് കുട്ടികൾ. നല്ല രസമാണ് കേട്ടോ അവിടെയൊക്കെ കാണാൻ പോകാൻ. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗവും. പിന്നെ അവിടെ ഒരു കുളമുണ്ട്. ആ കുളത്തിൽ ആരും പോകാറൊന്നുമില്ല. അതങ്ങനെ കാടിൻ്റെ ഉള്ളിലായിട്ട് എല്ലാവർക്കും പേടിയാണ് ആ കുളത്തിലേക്ക് പോവാൻ. പക്ഷേ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അവിടെ. ഇതൊക്കെയാണ് എൻ്റെ വീടിൻ്റെ ചുറ്റുഭാഗം. അപ്പോൾ എൻ്റെ വീഡിയോ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണം. നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന്. അപ്പോൾ നിങ്ങളെന്നെ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ വരുന്നത് വരെ എല്ലാവർക്കും ബൈ.